ഈ പ്രതിരോധ സംഗമത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന നിയോജക മണ്ഡലത്തിന്റെ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി RT ബഷീർ സാഹിബ് അവരുടെ, ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട AH സൈനുദ്ദീൻ സാഹിബ്, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനും തൃശൂർ ജില്ലയിലെ മുസ്ലിം ലീഗ് പ്രവർത്തനങ്ങളിൽ മുൻനിരയിൽ നിന്ന് നേതൃത്വപരമായ പങ്ക് വഹിക്കുന്ന നമ്മുടെ പ്രിയ നേതാവ് CH റഷീദ് സാഹിബ്, ജില്ലാ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ CA മുഹമ്മദ് റഷീദ് സാഹിബ്, സെക്രട്ടറി പ്രിയപ്പെട്ട അമീർ സാഹിബ്, ജില്ലാ ട്രഷറർ പ്രിയപ്പെട്ട RV അബ്ദുൽ റഹീം സാഹിബ്, പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാരുടെ ഒരു വലിയ നിര ഈ വേദിയിൽ സന്നിഹിതരായിട്ടുണ്ട്. ഈ സമയവും ഈ സന്ദർഭവും ഈ കാലവും ഈ കാലാവസ്ഥയും ഈ സമരത്തിന്റെ വിഷയവും ഒക്കെ ഔപചാരികതയിൽ നീണ്ടുപോകാൻ സദസ്സോ വേദിയോ ആഗ്രഹിക്കാത്തതുകൊണ്ട് അവരുടെ പേരുകളൊക്കെ ഔപചാരികമായി ഇവിടെ പരാമർശിച്ചതുകൊണ്ടും ഞാൻ ആ പേരുകളൊക്കെ ക്ഷമയോടുകൂടി ക്ഷമിക്കണേ എന്ന അപേക്ഷയോടെ എല്ലാവരെയും, എല്ലാ നേതാക്കളെയും അഭിവാദ്യം ചെയ്യുന്നു. സർവോപരി ഇവിടെ നമ്മുടെ പ്രിയ നേതാവ് സലാം സാഹിബ് പറഞ്ഞ പോലെ ഞാനും കൗതുകത്തോടെ പരിപാടി മാറ്റിവെച്ചു എന്ന് പ്രിയപ്പെട്ട CH റഷീദ് സാഹിബിൻ്റെ ഒരു വോയിസ് നോട്ട് എൻ്റെ വാട്സാപ്പിൽ ഇന്ന് രാവിലെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഞാനും രാവിലെ എഴുന്നേറ്റത്. അതുണ്ടായില്ലെന്ന് മാത്രമല്ല, ഏത് കടുത്ത കാലാവസ്ഥയിലും ഹെലികോപ്റ്ററിലാണെങ്കിലും ഈ ഇവിടുത്തെ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ ലീഗിന്റെ പരിപാടിയിൽ എത്തിയിരിക്കണമെന്ന കർശന ശാസനയോടെയുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്നും തൃശ്ശൂരിലെ പ്രിയപ്പെട്ട നേതാക്കൾ നമ്മളെയൊക്കെ അറിയിച്ചു. ഇവിടെ സലാം സാഹിബ് പറഞ്ഞത് ഔപചാരികതയല്ല. നമ്മുടെയൊക്കെ പരിപാടികളിൽ പല പ്രദേശങ്ങളിലെ, മണ്ഡലത്തിലെ, പഞ്ചായത്തിലെ പല ഘടകങ്ങളുടെ പരിപാടികൾ ഈ കാലാവസ്ഥയുടെ അപകടം കാരണം, റെഡ് അലർട്ട് കാരണം നമ്മളൊക്കെ ക്യാൻസൽ എന്ന് ക്രോസ് വരച്ചിട്ടുണ്ട്. പക്ഷേ ഈ ജനകീയ പ്രതിരോധത്തിന്റെ സമരപരിപാടി എന്ത് നടന്നാലും എന്ത് സംഭവിച്ചാലും, ഏതർത്ഥത്തിൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടായാലും, കടൽക്ഷോഭം ഉണ്ടായാലും, നാട്ടിലെ കാലാവസ്ഥയുടെ പ്രതികൂലതകളെ അതിജയിക്കുന്ന അർത്ഥത്തിലാണ് ഈ പ്രശ്നത്തിന്റെ പ്രതിസന്ധി എന്ന് മനസ്സിലാക്കി വേണമെങ്കിൽ ഇന്ന് വീട്ടിൽ വിശ്രമിച്ചിരുന്നാൽ ന്യായമുണ്ടായിട്ട് പോലും ഈ സമരപ്പന്തലിൽ നിങ്ങൾ വന്നതിന്റെ ആവശ്യം സാധാരണ നടക്കുന്ന പാർട്ടി പരിപാടികൾ വിജയിപ്പിക്കാനുള്ള ഔപചാരികതയുടെ വരവല്ല. ഇതൊരു അതിജീവന പോരാട്ടത്തിന്റെ തുടക്കമാണ്. മറ്റൊരർത്ഥത്തിൽ ഇതൊരു സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിന്റെ ആദ്യത്തെ ചുവടുവെപ്പാണ്. നേരെ ചൊവ്വേ കാര്യം പറഞ്ഞാൽ, ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി 5 കൊല്ലത്തേക്കാണ്, സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി 5 കൊല്ലത്തേക്കാണ്. അത് ജനം തെരഞ്ഞെടുക്കുന്നതാണ്. പക്ഷെ ചില മുഖ്യമന്ത്രിക്കും ചില പ്രധാനമന്ത്രിക്കും അറിയാതെ അബദ്ധത്തിൽ ഒരു തോന്നല് വരാറുണ്ട്. അവർ ഈ രാജ്യത്തിന്റെ മുതലാളിമാരെന്നും ഈ രാജ്യത്തിന്റെ വിഭവങ്ങളുടെ ഉടമസ്ഥാവകാശം അവർക്കാണ് എന്നും അവർ തെറ്റിദ്ധരിക്കാറുണ്ട്. ഗുരുവായൂരിലെ ഈ സമരപ്പന്തലിൽ നിന്ന് അത്തരം ഭരണകൂടത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളങ്ങനെ കരുതിക്കോളൂ, അങ്ങനെ കരുതാനൊക്കെയുള്ള അവകാശവും ഒക്കെ നിങ്ങൾക്കുണ്ടാകാം. പക്ഷെ കടലും കടലിന്റെ വിഭവവും അതിന്റെ മുകളിലുള്ള ഉടമസ്ഥാവകാശവും അതിന്റെ മുകളിലുള്ള മുതലാളി ചമയലും മുണ്ടെടുത്ത മോടിയും മുണ്ടെടുക്കാത്ത മോടിയും അങ്ങ് മറന്നേക്കണം എന്ന പ്രഖ്യാപനം. ഈ കടലും ഈ കടൽ തീരവും അതാത് കാലഘട്ടത്തിൽ ജനാധിപത്യക്രമത്തിൽ മാറി മാറി വരുന്ന മുഖ്യമന്ത്രിയുടെ, പ്രധാനമന്ത്രിയുടെയോ അപ്പന്റെയോ അപ്പാപ്പന്റെയോ അവകാശമല്ല എന്ന സമരമാണ്. ലീഗ് ഈ സമരം നടത്തുമ്പോൾ ലീഗിന്റെ ഇന്നലകളെ പ്രിയപ്പെട്ട PM സലാം സാഹിബ് ഓർമ്മിപ്പിച്ചു. ഞങ്ങൾ കാഴ്ചക്കാരാണ്. ഞങ്ങൾ 2 ഘട്ടത്തിലും ഭരണകൂടത്തിൽ ഫിഷറീസ് ഭരിച്ച കാലത്തെക്കുറിച്ച് നമ്മുടെ ജനറൽ സെക്രട്ടറി ഇവിടെ പറഞ്ഞു. ലീഗ് ഭരിച്ച കാലം നമ്മളത് ഭരിക്കുക മാത്രമല്ല, ഈ ആവാസ വ്യവസ്ഥക്ക്, ഈ പക്ഷിമൃഗാദികൾക്കും, ഈ വൃക്ഷലതാദികൾക്കും, ഈ സൂര്യചന്ദ്രാദികൾക്കും വികസനത്തിന്റെ നയത്തിന്റെ മുഖങ്ങൾ പരിക്കേൽപ്പിക്കരുത് എന്ന പ്രാഥമികമായ പാരിസ്ഥിതിക ബോധം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൂക്കാസായുടെയും ഷാസാപ്പായുടെയും ബുദ്ധിജീവികളെ നിങ്ങൾക്ക് കവിത രചിക്കാനുള്ളതല്ല ഈ കടൽ, ഈ തീരദേശവാസികളായ മക്കൾക്ക് ജീവിക്കാനുള്ളതാണ്.